ഗായ്സ്, ഇപ്പോൾ ഞാൻ തമിഴ്നാട് ഒരു പുഴയുടെ നടുവിലാണ്. അപ്പോൾ പന്നവാടി എന്ന് പറഞ്ഞ സ്ഥലം, അത് ഈറോഡ് എന്ന് വന്നു. ഈറോഡിൽ ഇറങ്ങിയിട്ട് പന്നവാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ മതി ബസ്. അപ്പോൾ കുറച്ച് അപ്പോൾ നമ്മൾ വന്ന ബസ്സാട്ടോ അവിടെ കാണുന്നത്, കണ്ടില്ലേ? അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു നാടുണ്ട്, ഒരു ഊരുണ്ട്. ആ ഊരിൽ നിന്ന് ഇവിടേക്ക് ബസ്സിലാണ് വരിക. ഇവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പുഴയാണ് കേട്ടോ, ഈ പുഴയിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബസ്സൊന്നും വരില്ല, പിന്നെ വഞ്ചിയായിരിക്കും, ബോട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഗ്രാമങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ബസ്, KSRTC ബസ് കേട്ടോ. അപ്പോൾ പണ്ട് പുഴയായിരുന്ന അതിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെയൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളം നിറയും, ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല, ബസ്സൊന്നും വരില്ല, വഞ്ചിയിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ കറങ്ങണത്. അപ്പോൾ ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. ഇത് ഒരുപാട് കറങ്ങാനുണ്ട്. അവിടെ ഒരു മുങ്ങിപ്പോയ ഒരു അമ്പലമുണ്ട്, ആ അമ്പലം പൊന്തിയുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ ബോട്ടിങ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതിൽ കയറാൻ വന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് അങ്ങോട്ടൊന്ന് പോവാം, അവിടെ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ഓരോരോ ഭാഗങ്ങളും. എന്താ വെച്ചാൽ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഓക്കെ, കാലൊക്കെ ഒരു ഇതാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ചൂട് അറിയാലോ. അപ്പോൾ മെയ് മാസത്തിൽ ചൂടെന്ന് പറയുമ്പോൾ ഉഗ്രം ചൂടാണ്. നാട്ടിലത്തെ പോലെ അല്ല, നാടിനെങ്ങാട്ടിയും കുറച്ച് കഷ്ടം തന്നെയാണ് ഇവിടുത്തെ ചൂട്. അപ്പോൾ ഈ ചൂടൊക്കെ നമ്മൾ നടക്കണം. പോയിട്ടൊക്കെ വശം കെട്ടു, ചൂടുണ്ട്, വയർത്തൊഴുക തന്നെയായിരുന്നു. പക്ഷെ വേറെ വഴിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചൂടെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പുഴയെ മുങ്ങാം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഒന്ന് കുളിക്കാൻ, നീരാടാം അല്ലേ റോഹിത്തെ? ആ മല താണ്ടി വേണം അവർക്ക് അപ്പുറത്തേക്ക് കടക്കാനുണ്ടോ. ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്ക് കല്ലിൻ്റെ മേലെ കയറിയിട്ട് ജസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ എന്തൊക്കെയുള്ളത് നോക്കാം, എന്താ ആക്ടിവിറ്റീസുകളൊക്കെ. പിന്നെ വരുന്ന വഴിക്കിൽ നല്ല രസമാണ്. ഇങ്ങനെ ബസ്സിൽ പോകണ കാര്യം ചിന്തിച്ചേക്കും. പണ്ട് പുഴയായിരുന്ന ഭാഗത്തിൽ കൂടെ വറ്റിയപ്പോൾ ബസ് റൂട്ടായി, വണ്ടികൾ വരിക. അപ്പോൾ പുഴ ഒഴുകിയിട്ട് കല്ല് കഷ്ണങ്ങളും വേസ്റ്റുകളും അങ്ങനെ റോഡൊക്കെ പൊളിച്ച് കളഞ്ഞു. എന്നിട്ട് റോഡൊന്നുമില്ല, ആകെ കല്ലുകളൊക്കെ കൂടെ കൂടി കിടക്കുകയാണ്. പിന്നെ ഉത്ഭവിച്ച് വന്ന കല്ലുകൾ വേറെ. പിന്നെ രസമുണ്ട് കാണാൻ. ഇവിടെ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ വണ്ടികൾ. തമിഴ്നാട് സ്റ്റൈൽ വണ്ടി കേട്ടോ അത്. എന്നുവെച്ചാൽ നല്ല മൈലേജ് കൂടുതലാണ്. ഇവിടെ തന്നെ പുഴ തന്നെയാണ്, ചെറിയൊരു വഞ്ചി അപ്പുറത്തുണ്ട്. ആ വഞ്ചിയിലാണ് അങ്ങോട്ട് പോകാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. പിന്നെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ബോട്ടൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താ അവസ്ഥ. ഇവിടെ മുന്നേ കുറച്ചൊരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, ആ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. ഓക്കേ, ഉണങ്ങി കിടക്കട്ടെ മീനുകൾ. മുന്നേ നന്ന ചെളീൻ്റെ ആയിരുന്ന ഭാഗം കേട്ടോ. നമ്മളിപ്പോൾ അതിൽ കൂടെ നടക്കുകയാണ്. നമ്മുടെ രസം കിട്ടാൻ നടക്കണം. പുഴയൊക്കെ അവിടെയാണ് കാണുന്നത് കേട്ടോ. സംഭവം ഒരു വൈബ് ഏരിയ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ വെള്ളത്തിനോട് നല്ല ചെളിയാന്ന് തോന്നുന്നു. വെള്ളത്തിൽ കുളിക്കാൻ പറ്റി തോന്നുന്നില്ല എനിക്ക്. അത് കുളിക്കാം, നോക്കി നോക്കാം. ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇവിടെ മീൻ വന്ന് എടുക്കണൊക്കെ കുറേ പുഴുകളൊക്കെ മുള്ളൊക്കെ ഉണ്ടല്ലേ. ഇവിടെന്താ, ഇവിടെയൊക്കെ മുന്നേ വെള്ളം ഉണ്ടായിരുന്നു, മഴ പെയ്തെന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് കെട്ടിയെന്ന് തോന്നുന്നു. എന്താ കുടം, കാലം കള്ളു കുടിക്കാനോ വെള്ളം കൊണ്ടുവരാമെന്നാണ് തോന്നുന്നത്. ഇനി ഇവിടെ ചേറാട്ടോ, കാല് ചേച്ചി താഴ്ന്നു പോകണ്ടല്ലേ. നമുക്ക് ആ കൊട്ടവഞ്ചിയുടെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ഇവിടെയും കിടക്കണ കണ്ട മീൻ നല്ല ഒന്നാന്തരം മീനാണ് കേട്ടോ. അവിടെ ഈ മീനൊക്കെ നമുക്ക് ചുട്ട് തരും കേട്ടോ. അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. ബസ്സിൽ വരുമ്പോൾ കണ്ടാണ്, ബസ്സിൽ വരുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. നമ്മളിവിടെ തമിഴിലൊരു പയ്യനെ കണ്ടു. അപ്പോൾ നല്ല കമ്പനി അടിച്ച് വർത്താനം പറഞ്ഞു. അപ്പോൾ അവൻ്റെ വർത്താനം പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അവനോട്. ഇവിടെ അങ്ങനെ കുറേ ആടുകളൊക്കെ തീറ്റിക്കാൻ വരുന്നുണ്ട്. അണ്ണ എന്താ കൊട്ടവഞ്ചിയിൽ ഏറാൻ മുടിയുമാ? കൊട്ടവഞ്ചിയിൽ ഏറാൻ മുടിയുമാ? കൊട്ടവഞ്ചി இல்லையா அந்த வஞ்சி, அந்த தோணி இல்லையா, அந்த தோணி இல்லையா, தோணி வஞ்சி அதில் ஏற முடியுமா? வண்டியெல்லாம் അങ്ങ് പോകത്തില്ലേ? ശരി. ഞാൻ പറയണത് അണ്ണന് മനസ്സിലാവണില്ല, അണ്ണൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ സംഭവം തമിഴ് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ തോണി എന്ന് പറയുമ്പോൾ തമിഴിൽ വേറെന്തോ വാക്കുണ്ടെന്ന് തോന്നുന്നു. കൊട്ടവഞ്ചി മനസ്സിലാവണില്ല. കൊട്ടവഞ്ചി എന്ന് പറയുമ്പോൾ മനസ്സിലാവണില്ല. പക്ഷെ അവിടെ ഒരു ബോട്ടിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആ, അത് മീൻ പിടിക്കാൻ അവിടെ
ഞാൻ കൊട്ടവഞ്ചിയൊക്കെ പ്രതീക്ഷിച്ചു കേട്ടോ കൊട്ടവഞ്ചിയിൽ കയറാനൊക്കെ, പക്ഷെ പറ്റില്ല. ഞങ്ങൾ ബോട്ടിൽ കയറും. നമുക്കപ്പോൾ നന്ദിശിലയുണ്ട്, നമുക്ക് നന്ദിശിലയുടെ അങ്ങോട്ട് പോവാം. അതാവും ആ ലോങ് ഭാഗത്ത് അവിടെ കണ്ടില്ലേ, അവിടെയാണ് കുറച്ച് മീനുകളൊക്കെ ചുട്ട് പൊരിച്ചും വറുത്തൊക്കെ തരുന്നുണ്ട് കേട്ടോ. നമുക്കത് തിന്നാൻ പോവാം കുറച്ച് കഴിഞ്ഞാൽ. ഗായ്സ് അപ്പോൾ നമ്മൾ വേറൊരു വഴിക്ക് കടന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടുന്നാണ് വന്നത് കേട്ടോ. ആ പുഴയുടെ ഭാഗം മൊത്തം കറങ്ങി അടിച്ചു. ചെറു കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. കൃഷിയാണ് പുല്ല് വളർന്നതെന്ന് അറിയില്ല. കുറേ തീയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. ഇപ്പം നമ്മൾ ഫുള്ള് കല്ലിൻ്റെ ഭാഗത്ത് എത്തിയിട്ട് അവിടെ കണ്ടില്ലേ കുറേ കരിങ്കല്ലുകളാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കുറേ കരിങ്കല്ലുകളാണ്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു നാടുണ്ട് കേട്ടോ. അത് പുഴ കടന്നു വേണം പോവാൻ. ആ പുഴ കടന്നു വേണം പോവാൻ. നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. ചിലപ്പോൾ തിരിച്ച് ബസ്സിൻ്റെ കാര്യം ഇത്തിരി ടാസ്ക്കായിട്ട് വരിക. അങ്ങോട്ട് എങ്ങനെ പോകാം, ഇതിന് വഴിയുള്ളത്. അപ്പോൾ ഇവിടെ പണ്ട് ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഒരു ശിവൻ്റെ അമ്പലം. ഒരു നന്ദിയുടെ ഒരു ശിലയുണ്ട്, പിന്നെ ഒരു മണ്ഡപങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ കണ്ടെത്തണം. ഈ വഴിക്ക് വന്നിട്ട് ഈ വെയിലും ഇതൊക്കെ വന്നിട്ട് കണ്ടെത്താനാണ് നമുക്കൊരു ഇത്തിരി വിഷമം. അത് ഇച്ചിരി പാടാണ്. അത്യാവശ്യം ഏരിയ ഉണ്ട്, നമുക്ക് നോക്കിയാൽ അറിയാം. അതൊക്കെ പുഴയാണ് കേട്ടോ. അവിടെ ഒക്കെ പുഴയാണ്. അവിടെ മൊത്തമൊക്കെ റൗണ്ട് അടിക്കാന്ന് പറയുമ്പോൾ അതല്ലടാ, അത് വെറും കല്ല് കൂട്ടിയിട്ടേക്കല്ലേ. ആ അത്യാവശ്യം നടക്കാണ്ട് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും നമുക്ക് നടക്കാം. അത് അവിടെയല്ലേ, ആരും ചോദിക്കാനായിട്ട് ആരും ഇല്ല അല്ലേ. ഒരു മണ്ഡപമൊക്കെ ഉണ്ടടാ, ഞാൻ വീഡിയോ കണ്ടതാ, നോക്കി വെക്കാം. എവിടെ വെള്ള നന്ദിയാണോ? ആ അയ്യോ അപ്പോൾ അങ്ങോട്ട് പോവാ. ഇവിടെയൊക്കെ പാറ പൊട്ടിച്ചുണ്ട് ഇവിടെയൊക്കെ. നടക്കാൻ വഴിയില്ലടാ, വഞ്ചിയിൽ കൊണ്ടുവരും തോന്നുന്നു. അവിടെ തോണി ഉണ്ടടാ. അപ്പോൾ ആ പയ്യൻ ഇവിടേക്ക് എന്താ കാണിച്ചു തന്നല്ലോ. ആ അവിടെ ചോദിച്ചു നോക്കാം അല്ലേ. ഓക്കെ, ഇപ്പം നമ്മൾ ഈ മലയുടെ ഇപ്പുറത്തേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിരുന്നു നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കടന്നു. അവിടെ മലയുടെ മേലെ കയറിയിട്ടൊക്കെ ഒരു വ്യൂ പോയിൻ്റൊക്കെ ആസ്വദിക്കുന്നുണ്ട്. കുറേ പേര് പാറമല മലയുടെ മേലെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പുഴ താണ്ടി അപ്പുറം കിടക്കണം. അപ്പോൾ കുറേ വറ്റിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഭാരതപ്പുഴ പോലെ തന്നെ കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടാവും, കുറച്ച് ഭാഗത്ത് വെള്ളം ഉണ്ടാവില്ല. പക്ഷേ ഭാരതപ്പുഴങ്ങാട്ടി നല്ല ഡബിളാണ് ഈ പുഴ. എന്ന് വെച്ചാൽ ആ നന്ദി ആ അമ്പലം അവിടെയാണ് ഉള്ളത്. അത് നമുക്ക് അവിടെ എത്താൻ ഇത്തിരി പാടാം. 2 കിലോമീറ്ററൊക്കെ നടക്കാണ്ടെന്ന് പറയാം. അപ്പോൾ ഇതിലും കൊണ്ട് നടക്കാനും പറ്റുന്നില്ല. പോയി നോക്കന്നെ വേണമെങ്കിൽ ഇവിടെ കയറി വേണം, ബോട്ട് എടുക്കാൻ വേണം. വരുമ്പോൾ കയറാടാ. നമുക്ക് ആദ്യം ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ നോക്കാം. നന്ദിയോടേക്ക് എത്താം. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ. ആ മരം ഇപ്പോൾ വീണെന്ന് തോന്നുന്നു. അപ്പോൾ മുറിച്ചിട്ടുണ്ട്. അവിടെ ഒരു പട്ടി കുഴി ഉണ്ടാക്കിയിട്ടേ മൂപ്പരെ വീടാക്കി മാറ്റിയേക്കാട്ടാ. കിടന്നു ഞങ്ങളൊന്നും ചെയ്യില്ല. ഇനി ഞങ്ങളൊന്നും ചെയ്യണ്ടെന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇതാ നടന്ന് അവിടെ നിന്ന് നടന്നു കേട്ടോ. അവിടെ നിന്ന് നടന്നിട്ട് നമ്മളിതാ ഈ പുഴയുടെ സെൻറ്റർ ഭാഗം എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് ക്രിട്ടിക്കലായ നടത്താണ്. നല്ല രസമുണ്ട് കേട്ടോ, വേറൊരു എക്സ്പീരിയൻസാണ്. വെയിൽ കൊള്ളാനൊന്നും ആർക്കും താല്പര്യമില്ല. പക്ഷേ എനിക്ക് പിന്നെ വെയിൽ കേൾക്കില്ല. വെയിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളായ കാരണം എനിക്ക് വെയിലത് കേൾക്കണില്ല. എനിക്ക് തണവാണ് പ്രശ്നം. അപ്പോൾ തണവ് എനിക്ക് തീരാൻ പറ്റില്ല. എനിക്ക് എത്ര ചൂട് നന്നായി പറ്റും. അത് കാരണം അത്ര വല്ലാണ്ടെന്ന് കേൾക്കണമെന്നില്ല. നമ്മൾ കുടിക്കാൻ വെള്ളം പോലും എടുത്തിട്ടില്ല, എന്നാൽ ക്ഷീണമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു പുഴയുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് ആ പുഴ കേട്ടോ. അപ്പോൾ ഈ പുഴയുടെ ഈ അംശം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കുളിക്കാനൊക്കെ വിചാരിച്ചു കേട്ടോ ഈ പുഴയിൽ. പക്ഷേ ഈ പുഴ നല്ല ചളിയുടെ മണമുണ്ട്, ചെളിച്ചൂരാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിഭാഗമല്ലോ, ഒരു പ്രത്യേക മണമാണ്. ഇതിലൊക്കെ മുങ്ങാണെന്നാണ് ശരീരം മൊത്തം ചെളിച്ചൂരടിക്കും. നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ അല്ലേ പോകണത്. ട്രെയിനിൽ പോകുന്നൊക്കെ പറയുമ്പോൾ നല്ല കിടാവളൊക്കെ എടുത്തിരിക്കണതാണ്. അങ്ങനെ ആരും ഇരിക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ കുളിക്കണ്ടെന്ന് വെച്ചു. ആ ഡ്രസ്സൊക്കെ ഊരിയാ. ചൂട് 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 അവൻ തളർന്നു കേട്ടോ. അവന് ചൂട് പറ്റില്ല, നമ്മൾ കുഴപ്പമില്ല. ഗായ്സ്, അങ്ങനെ നമ്മൾ മേട്ടൂർ ഡാമിലെ ആ നന്ദിശിലയുടെ അവിടേക്ക് എത്തി കഴിഞ്ഞു കേട്ടോ. ഒരുപാട് നടന്നു. നമ്മൾ വന്നത് അവിടെ നിന്ന് കേട്ടോ. അത്യാവശ്യം ദൂരം നടന്നു കേട്ടോ. 1.5 കിലോമീറ്റർ നടക്കാണ്ട്. പുഴയല്ലേ, ഇതൊക്കെ കാണുന്ന പുഴയാണ്. അവിടെ വേറൊരു ഗ്രാമമുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അങ്ങോട്ട് നടന്നു പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ നന്ദിശില കാണാൻ പറ്റുമോ എന്തോ. ഇതിലെ വഴിയില്ലടാ മോനെ. ഇനിയിപ്പോൾ വഞ്ചിയിൽ കൊണ്ടുപോകും എന്തോ. അപ്പോൾ കാണുന്നതാണ് ശില.
അവിടെ ആഴണ്ട വെള്ളത്തില്. ആ വെള്ളത്തിൽ ആഴണ്ട. വെള്ളത്തിൽ ആഴം എനിക്കറിയില്ലടാ. സ്റ്റെപ്പ് കയറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആരും ചോദിച്ചു നോക്കണം, വഞ്ചിയിൽ ആരും കൊണ്ട് ഇട്ട് തരുമോന്ന്. അങ്ങനെയാണെങ്കിൽ പൈസ എന്തെങ്കിലും കൊടുത്തിട്ടായാലും കയറാൻ പറ്റും ചോദിച്ചു നോക്കാം. കിട്ടണമെങ്കിൽ സൗകര്യമായി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഷോ കഷ്ടം തന്നെയല്ലോ. ഇത് പുഴ റൗണ്ട് അടിക്കേണ്ടി വരുമല്ലോ. കുറേ കുക്കൾ വന്നിട്ടുണ്ടല്ലോ അവിടെ, ഇഷ്ടം പോലെ. ഗായ്സ് ഞങ്ങളുടെ ചവിട്ടി നടക്കുക കേട്ടാ. ഇവിടെ മൊത്തം ചളിയാണ്, കണ്ടില്ലേ? കാല് ചവിട്ടുമ്പോൾ ഇങ്ങനെ പോകണ കണ്ട. ചിലപ്പോൾ താഴ്ന്നു പോകും, നല്ല ചളി. ഉണങ്ങിയിട്ടില്ല. ഞങ്ങൾക്കിനി ആ വഞ്ചിക്കാരെ അവിടേക്ക് എത്തണം. അതായത് അവിടെ എത്തിയിട്ട് വേണം അവരോട് നമുക്ക് ചോദിച്ചു നോക്കണം, ഞങ്ങളൊന്നും അതുവരെ കൊണ്ടുവിടുമോ ചേട്ടാന്ന്. പതുക്കെ കാല് വെച്ച് നടന്നാൽ മതി. താഴ്ന്നു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വലിച്ചു കയറ്റാം. ഞാൻ ആദ്യം നടന്നു പോണത്. അയ്യോ കാല് നോക്കിയ ഗൈസ്, ഭയങ്കര ഡേഞ്ചറാട്ടാ. റോഹിത്തിന് പേടിയുണ്ടോന്ന് ചോദിക്കുകയാണ്. പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. ഏറ്റവും എളുപ്പമേതാ, ഇങ്ങനെ പോവാ. പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. ദൈവങ്ങളെ കണ്ടില്ലേ, ചളിയും. കാലൊക്കെ വയ്ക്കുമ്പോൾ നല്ല കട്ടിയുള്ള മണലുമ്മലേ കാല് വെച്ചാൽ മതി. ഭയങ്കര അഡ്വഞ്ചറാണ് ഗൈസ്, എളുപ്പമല്ല കേട്ടോ. ഇതൊക്കെ ഭയങ്കര വെറൈറ്റി സ്ഥലങ്ങൾ. നാട്ടിൽ ചെളിയില്ലാഞ്ഞിട്ടാണ്. ഏതോ ഒരു കാട്ടുമുക്കിയുള്ള സ്ഥലങ്ങളിലെ ചെളി ചവിട്ടി കിടക്കണം. ഇപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അവിടെ മാത്രം ആകെ ചറക്കിയാണ് ഇവിടെ. ചെളി കണ്ടില്ല, അപ്പം വരണുണ്ട. നമ്മളിങ്ങനെ ഈ പുഴ ഇങ്ങനെ തെണ്ടി കിടക്കന്നെ കേട്ടോ. എന്താകുന്നോ 500 രൂപ മേടിക്കോടെ അഞ്ഞാല്. ആരും കാണില്ലല്ലോ. ഞങ്ങളൊന്ന് കൊണ്ടുവിട്ട് തരുമോ? ഒന്ന് ചോദിച്ചു നോക്കിയോക്കാം. ഗായ്സ് ഇതാണ് വഞ്ചി, ചെറിയ വഞ്ചി, ഫൈബറാണ് കേട്ടോ സംഭവം. മീൻ പിടിക്കാൻ പോണ ഓരോ വഞ്ചിയാണ്. അവിടെ ഒരു ഗഡി ഇരിക്കുന്നുണ്ട്, നമുക്ക് അവനോട് ചോദിച്ചു നോക്കി നോക്കാം. പക്ഷെ കൊണ്ടുവിട്ടരുമെന്ന്. കൊണ്ടുവിട്ടാൻ തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, മടങ്ങി പോകുക നല്ലത്. കണ്ട സന്തോഷം. എത്ര ലോങ്ങിൽ നിന്ന് വന്നാലേ ചിലപ്പോൾ സഹായിച്ചിരിക്കും. പൈസ കൊടുക്കാം, പൈസ കൊടുക്കൊണ്ട് വിരോധമല്ല. പക്ഷെ അവർക്ക് സമയം കണ്ടെത്തിയാൽ മതി. അത് അമ്പലം തന്നെയാടാ. അമ്പലമാണ്, അമ്പലയുടെ കരിങ്കല്ല അത്, അമ്പലമൊന്നുമല്ല. ഓ നന്ദിശില അവിടെയായിട്ടാ കാണുന്നത്, കണ്ടില്ലേ? അയ്യോ അവരിങ്ങോട്ട് തന്നെ ചോദിച്ചു. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യന്മാരാട്ടാ. ഏറെ മുടിയുമാ എന്താ കോലിക്കിട്ടെ? ഏറെ മുടിയുമാ? ഓ ഓക്കെ ഓക്കെ ശരിങ്ക. ഓക്കെ ഓക്കെ. അപ്പോൾ ചേട്ടൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വഞ്ചിരി കയറി. പേടിയില്ലല്ലോ, പോവല്ലോ. കണ്ണടക്ക് ഇട്ടേക്കില്ലേ? കയറ്റേക്ക് വെച്ചോ. ചെരുപ്പ് ഇടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ചെരുപ്പ് ഇവിടെ വെച്ചോടോ. അങ്ങനെ ബാഗ് വേണം. ബാഗ് എടുക്കാം. ബാഗിലല്ലേ? ഓക്കെ ഓക്കെ. ചെരുപ്പ് ഇട്ടു. ചാകെ ചെളിയായി. ബാഗ് എടുത്തോ, വെയിൽ കാണുള്ളൂ. ഓക്കെ കേറട്ടെ. ശ്രദ്ധിച്ച്. ഓക്കെ അവിടെ ഇരുന്നോട്ടാ. ആ വീട്ടിലല്ലേ ഞാൻ അടിപൊളി യാത്രയല്ലേ? ശിവലിംഗം ഉണ്ട്. എത്ര വർഷം പഴക്കർക്ക് അന്ത കോവില്?
வெள்ளக்காரன் டேம் கட்டாததுக்கு முன்னே கட்டின கோயில் இதெல்லாம் ஒரு 1000 வருஷம் இருக்கு. 1000 வருஷம் இருக்குல்ல. ஆ இப்போதான் இப்போ பொந்തി வருது இந்த കോവില്. വെള്ളക്കാര് മുന്നുള്ളതാണ്, 1000 വർഷം പഴക്കം. അർജുന അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ടോ. ഇവിടെയാണ് ശിലയുള്ളത്. 1000 വർഷം പഴക്കമുള്ള ശിലയാണ് നന്ദി ശില. அந்த വൈറ്റ് தானே മുങ്ങാതില്ലേ, തണ്ണി കയറാതില്ലേ, அந்த വെള്ളൊക്കെ കളർത്തല്ലേ அந்த കീഴ ഇല്ല ഇല്ല. ആ ശരിങ്ക നമ്മൾ എത്തിക്കഴിഞ്ഞു ഗായ്സ്. എവിടെയാണത്? அது மண்டபா? அதுதான் சாமி இருக்கிற இடம். பகவான் ഭഗവാൻ பகவான் இருக்கிற இடம் அதுதான். இது வாசப்படி தலை வாசப்படி. இது ഭഗവാൻ അത് കയറാൻ പറ്റും. அதுதான் சாமி இருக்கிற இடம். சாமி இருக்கிற இடம். சாமி 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 இருக்கிற இடம் அதுதான். சாமி தெய்வம். தெய்வம். ஓகே. இது தலை வாசப்படி. തലവാസ அந்த மேலே ஏற முடியல. ஏறு. சரி ஏ வா ஏறிட்டு വരാം. ഫസ്റ്റ് ഒരാൾക്ക് കയറി. ஒவ்வொருத்தர் மேலே വായോ. അല്ല രണ്ടാളും ഒരുമിച്ച് കയറണമെന്ന് വെച്ചിട്ടാ വെയിറ്റ്. ഓക്കെ ஓகே. வா நல்ல தண்ணி தண்ணி போடு. കുടുങ്ങിയ இங்கே இது மேலே வச்சிரு. இல்லைன்னா அப்படியே அப்படி வச்சுக்கலாம். എൻ്റെ ബാഗിൻ്റെ മേലെ വെച്ചോ. എന്താണ് ഓക്കെ. ശിലയുടെ മേലെ കയറിട്ടോ. എനിക്ക് കയറാൻ പറ്റുമോ? എനിക്ക് കയറാൻ പറ്റില്ല. ഇവിടെ പൊത്തുണ്ട്, ചവിട്ടി കയറേണ്ടി വരും. ഈ പൊത്തുമ്പോൾ ചവിട്ട് ഇതുമ്മ ഞാൻ കയറി കാണിച്ചു തരണം. മാറ്. மேலே ஏரியா பாரு, அந்த மங்கள் கால் வச்சு மேலே ஏறு. കയറി വാ. അത് കണ്ടില്ലേ, ഇവിടെ നിന്ന് വെള്ള കളറുണ്ട്. ആ വെള്ള കളറിൻ്റെ ഭാഗത്ത് വെള്ളം കയറിയിട്ടില്ല. ഈ അടിഭാഗത്ത് കുറച്ച് നിറച്ച കളർ ഉണ്ട്. അവിടെ വരെ വെള്ളം മുങ്ങി പോകട്ടോ. ഇപ്പോൾ പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വരെ വെള്ളം വരും. അവിടെ മൊത്തം വെള്ളം കേട്ടോ. കുറേ മീനുകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ മീനുകൾ കേട്ടോ. അത്യാവശ്യം മത്സ്യം ബന്ധനക്കാരാണ് കൂടുതലുള്ളത് ഇവിടെ. കണ്ടില്ലേ, ആ മണ്ടത്തിലോട്ട് പോകണം. ഇപ്പോൾ കൊണ്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും പോവാം. ഞാൻ ഇറങ്ങേണ്ട കാര്യം മോനെ, ഇറങ്ങണ്ടേ? നീ ഇറങ്ങടാ ആദ്യം. ഒരു ഫോട്ടോ കൈ പിടിക്കണ്ടേ? നിന്നെ ആദ്യം ഇറക്കാം. കൈ പിടിക്കണ? ഒരു കൈ തായോ എനിക്ക്? ഇങ്ങനെ പിടിക്ക്, ഇനി കൈ തണ്ട് പിടിക്കുക. അപ്പോൾ നമുക്ക് സ്ട്രോങ്, എനിക്ക് സ്ട്രോങ് ആയി. ഓക്കെ, സീറ്റിംഗ് ആയില്ലേ? ഇറങ്ങും. തോണിക്ക് ചാടല്ല കേട്ടോ. ആ കൊണ്ട് കയറ്റി. ആ ഓക്കെ അല്ലേ? കിട്ടൂ കേട്ടോ. തണ്ണി മാറ്റിക്കോ. பயமா ഇല്ല, അവർക്ക് നീന്തറിയില്ല, നീച്ചൽ தெரியாது. വീണാ തണ്ണി താൻ വീഴുക, അവളതാ. ഭഗവാൻ അവന് ഏറെ ധൈര്യമല്ലേ, അതാ എന്താ സ്റ്റെപ്പിൽ പടി എത്തിയിട്ടില്ലല്ലേ. சாமி கோவில் எடுத்து போனேன். எடுத்துக்கலாம் வா. ഒരു മിനിറ്റ് അടിക്കട്ടെ. ഞാനിവിടെ ആ ഇറങ്ങി വാ. ഓക്കെ, ഞാൻ ഇവിടെ ഇരുന്നോട്ടാ. ഓക്കെ, നമ്മൾ സ്വാമി കോവിൽ, കോവിലിൻ്റെ അടിക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കോവിലിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടോ. ഇത് കോവിലിൽ ശീല ഇറക്കാ, ശീല ഉണ്ടെന്നാണ് പറയണത്. ചെറിയ ചെറിയ
പാറയുടെ കല്ലുകൊണ്ട് അടക്കി പണിതുള്ളതല്ലേ. പണിത് തന്നെ കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഉള്ളിൽ ശില ഉണ്ട് കേട്ടോ. ഗോപുരം ഉള്ളിൽ ശിലം കണ്ട് പോവായി നമ്മൾ. ഇറങ്ങായിട്ട് അതിൻ്റെ ഉള്ളിൽ വിഗ്രഹമൊന്നും കാണില്ല. ആ മണ്ഡപം മാത്രമേ ഉള്ളൂ കേട്ടോ മെയിനായിട്ട്. മണ്ഡപം ഇതിൻ്റെ ഉള്ളും മേൽഭാഗം മാത്രമേ ഉള്ളൂ. ഉള്ളൊക്കെ കള്ളറത്തൊക്കെ പോയി ചെറിയ പൊട്ട് വന്നിട്ടുണ്ട്. അത്ര തന്നെ. അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ മേലേക്ക് കയറാൻ പറ്റും. തോണി ആഞ്ഞ് തുഴി തന്നെ. നല്ലൊരു വൈബ് ഏരിയ തന്നെ കേട്ടോ. സൂപ്പർ ഒരു പൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല വെള്ളം ഒന്നുമില്ല. ഇവിടെ ചവർപ്പുണ്ട്. ചെറിയ ചവർപ്പുണ്ട് വെള്ളം. இந்த വെള്ളത്തിൽ കുളിക്ക മുടിയുമാ? കുളിക്കാൻ മുടിയല്ലേ? ആ കുളിക്കാടാ, നീരാടാ. അവിടെ ഇവിടെ വേറെ ബാത്റൂമില്ലേ? കുളിക്കാൻ മണമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ കുളി പാസ്സാക്കുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ. വേറെ കുറച്ച് ടീമുകൾ പോകാണ്ട് കേട്ടോ അങ്ങോട്ട്. കണ്ടില്ലേ? അത് കയറാൻ വരും. അത്യാവശ്യം വലിയ ആൾക്കാരൊന്നുമില്ല, ചെറിയ ചെറിയ ആൾക്കാർ വരണുള്ളൂ കേട്ടോ. 2-3 പിള്ളേരൊക്കെ, എന്നെ പോലെ കുറച്ച് ഭ്രാന്തന്മാരൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ബൈക്കിൽ വന്നുള്ളത് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ ഒരു വണ്ടിയിൽ പോകാൻ ലിഫ്റ്റ് വയ്ക്കുക. ഒരു വണ്ടിയിൽ കിട്ടുക. എത്തി മോനെ. കുളിച്ചു സ്റ്റോപ്പായി ഗായ്സ്. അപ്പോൾ നമ്മൾ മടക്കയാത്ര ആയിട്ടോ. അപ്പോൾ റേറ്റ് ഇത്തിരി കത്തി റേറ്റാണ്. 500 രൂപ പറയണത്, 2000 രൂപ, 1000 രൂപ, അങ്ങനെ റേറ്റ് നല്ല റേറ്റാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ വരുമ്പോൾ ആദ്യം റേറ്റ് ചോദിക്കണം, എത്ര രൂപ എന്ന് ചോദിക്കണം. 100 രൂപ കൊടുത്തൊക്കെ കയറാൻ പറ്റും. അല്ലാണ്ട് വില വെച്ചൊന്നുമില്ല. പിന്നെ ആകെ ഒരു തോണി തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അവരൊരു ജോലി മാർഗ്ഗമല്ലേ, പോട്ടും. അങ്ങനെ 300 രൂപ എടുത്തു കേട്ടോ ഞങ്ങൾ. അങ്ങനെ അതിൽ ഒതുക്കി. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. സാരമല്ല, ഇതിനിടയ്ക്ക് വലിയ റേറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ നല്ല രസമുള്ള സ്ഥലം തന്നെ കേട്ടോ. ആൾക്കാരെ കാണാൻ വരുന്നുണ്ട്. സംഭവം നല്ല പൊളി വൈബ് ഏരിയ തന്നെ കേട്ടോ. സംഭവം തളർന്നു കേട്ടോ കുറേ നടന്നിട്ട്. ഇനി നമ്മൾ ആ വഴി ചെളിമണ്ണ് ചവിട്ടി അവിടെ നിന്ന് വന്നേന്ന് തോന്നുന്നില്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിട്ട് അങ്ങനെ റൗണ്ട് അടിക്കുക. ബൈക്കൊക്കെ ഇങ്ങനെ വന്നത് മാതിരി. ഓ എന്താ ചെയ്യുക, ഒരു വലിയ പുഴയുടെ നടക്കിൽ വെയിലത്ത് ഒറ്റപ്പെട്ട അവസ്ഥ എന്ന് പറയില്ല. അതായത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് പോയത് അതുപോലത്തെ ഫീൽ കേട്ടോ. എങ്ങോട്ടാ പോകേണ്ടത് ഒരു ഐഡിയ കിട്ടുന്നില്ല. തലയാണെങ്കിൽ വേണ്ടതുണ്ട്. ഷോ എന്തായാലും ഇത് കുറച്ച് ആശ്വാസമാണ്. കവചേ കുറച്ച് ആശ്വാസമാണ്. അല്ലെങ്കിൽ രക്ഷയില്ല, നല്ല തലവേദന വരും. കുറേ പക്ഷികൾ പറന്നു പോകുന്നുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇവിടെ കുറേ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ചളി എപ്പോഴാണ് കാല് പോകാന്ന് പറയാനൊന്നും പറ്റില്ല, അത്രയ്ക്കും ഉണ്ട്. ഇപ്പോൾ എങ്ങനെയൊക്കെ ഇത് മൊത്തമായി പുഴ റൗണ്ട് അടിച്ചുട്ടോ. അങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ എത്തിയത്. പോയത് വേറെ വഴി, വന്നത് വേറെ വഴിയൊക്കെയാണ്. ഇനി തിരിച്ച് പോകണം, വയ്യാണ്ടായിട്ട് വന്നിട്ട്. അവന് ഈ പുല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആയിരിക്കണം നോക്കിയേ, നല്ല വെയിലും നല്ല പച്ചപ്പും രസമുണ്ട്. രസമുള്ള ഏരിയ തന്നെ കേട്ടോ പുഴ. ശരിക്കും 4 മണി 5 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബ് കേട്ടോ. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ്. ഫോട്ടോ എടുക്കണോ? ഓക്കെ. മീൻ കണ്ട വെള്ളം പറ്റിയപ്പോൾ ചെറിയ വെള്ളത്തിൽ കിടന്നാന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങോട്ട് വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോയി. ശരിക്കും വെള്ളം പറ്റുന്ന സീസണിലൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇടയിലൊക്കെ മീനുകൾ കുറേ ഉണ്ടാവും കേട്ടോ.
അത്യാവശ്യം കാണാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഭാഗ്യമാണ്, അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്. അവിടെ മീൻ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അതായത് അതിനെ സെറ്റാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. പച്ചയ്ക്ക് മേടിച്ച് കൊണ്ടുപോകണ്ട, അവർ തന്നെ വെച്ച് പൊരിച്ചിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് അത് തരും, അത് മേടിച്ച് തിന്നാം. ഓ ഞങ്ങളുടെ എത്തണ്ട മോനെ, വയ്യടാ പഴയ പറയണു. വല്ല വെള്ളം ഉണ്ടാവും എന്തോ. കല്ലിൻ്റെ മുകളിൽ വരണ്ടേ? അവിടെ ബസ് ഉണ്ട് കേട്ടോ, 12 നമ്പർ ബസ്. ഈ ബസ്സിന് എന്തായാലും നമ്മൾ കയറുകയാണ്. ഇനിയിപ്പോൾ നടക്കുന്നില്ല, വല്ലാണ്ട് കയറിയിരിക്കാം അല്ലേ. കാറിലൊക്കെ ആരൊക്കെ വന്നിട്ടില്ല അവിടെ, എന്തൊക്കെയോ ഉണ്ട് അവിടെ കുറേ ആൾക്കാരൊക്കെ. ഇതിലെ വന്നില്ലേ, നമ്മൾ ബസ് ധരിക്കണം. ശരിക്കും താളടന്നു കേട്ടോ, അതിൽ കയറാം. കുറേ ആടുകളുണ്ട് കേട്ടോ. ആ വെയിലത്തൊരു അമ്മയും മോളും ഈ ആടുകളെ മേയ്ക്കുക കേട്ടോ. ഇത് രസമുണ്ട് കാണാൻ, എല്ലാവരും കഷ്ടപ്പെടുന്ന കേട്ടോ. ഇഷ്ടംപോലെ ആടുകൾ, ഇവർക്കൊന്നും വെയിലൊരു പ്രശ്നമില്ല കേട്ടോ. നമ്മളൊരു ബസ്സിൽ കയറിയിരിക്കുകയാണ്, ഇനി പോകണം, തിരിച്ചു പോകണം. ബസ് എപ്പോഴും എടുക്കാമെന്ന് അറിയില്ല, കുറച്ച് നേരം എടുക്കും. എന്തായാലും ബസ് സ്റ്റാർട്ടാക്കി കേട്ടോ. എന്തായാലും ഇവ കാട്ടുമുഖയിലൊക്കെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. അത് 1 മണിക്കൂർ ഇടവിട്ടിട്ടൊക്കെ ഭയങ്കര സഹായമാണ്. ഇത് പിന്നെ വേറെ ഇടയിലാണെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരും. അത് ഇങ്ങോട്ട് വരണ തന്നെ 500 രൂപ തന്നെ വേറെ കാണേണ്ടി വരും. ആ സ്ഥാനത്ത് നമുക്കിവിടെ ഒരു 8 രൂപ കൊണ്ട് കാര്യം നടക്കുകയായിട്ടാണ്. ഒരുപാട് കച്ചവടക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് കേട്ടോ. ഇപ്പോൾ നടന്നു വരാൻ ഭയങ്കര വിഷമമാണ്, പക്ഷേ ചൂടല്ലേ. ഈ കാണുന്ന കേട്ടോ കച്ചവടക്കാരൊക്കെ. ഇപ്പം മീനൊക്കെ പുഴുങ്ങിയെടുക്കുക തോന്നുന്നു, കറി വയ്ക്കുക, ചൂടുക, അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടോ. കണ്ടില്ലേ, ഇത് കഴിക്കാൻ വേണ്ടി കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടേക്കാണ് കച്ചവടക്കാരാണ്, കച്ചവടക്കാർ. നീ പൊരിച്ചെടുക്കുക കേട്ടോ. ശരിക്കും കസേരയൊക്കെ ഉണ്ട്. മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ, മേളക്കൊക്കെ ഇട്ടിട്ട്. വലിയ പറ്റില്ല. നമ്മുടെ യാത്ര ആരംഭിക്കാൻ തന്നെ ഇവിടെ നിന്ന് 30 രൂപ വരുന്നു കേട്ടോ. മേട്ടൂർക്ക് വിറകളെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പുഴയാട്ടോ, ഇവിടെയൊക്കെ വെള്ളം നിറയും. ഇതൊക്കെ എന്തൊക്കെ ചെറിയ കുടിലുകൾ ആൾക്കാർക്ക് വിശ്രമിക്കാനായിട്ടൊക്കെ ബൈക്കിലൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ വണ്ടിയിൽ പോയാൽ നമുക്ക് കറക്റ്റായിട്ട് കാഴ്ച കാണാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെയൊക്കെ ചെറിയ പുഴയുണ്ട്, അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ചെന്നിരിക്കണൊക്കെ ഉണ്ട് വണ്ടിയിൽ വന്നിട്ടൊക്കെ. ഇവിടെ 2 ദിവസം മുന്നേ മഴയൊക്കെ നന്നായി പെയ്തു. അതിന് ചെറിയ വെള്ളങ്ങളൊക്കെ ഇവിടെ കാണാം റോഡ് സൈഡിൽ.
കുഴിയിലേക്കൊന്നും വെള്ളം വരില്ല കേട്ടോ. ഇവിടെ കുറവായിരിക്കും വെള്ളം വരില്ലേ. ഇവിടെ ആ കുഴിയിലോട്ട് തങ്ങി നിൽക്കും. ഇവിടെ കൊണ്ട് റോഡൊക്കെ പണിതുണ്ടായിരുന്നു. ഇവിടെ റോഡ് പണിതുണ്ട്, പക്ഷെ വലിയ റോഡൊന്നും പണിയാൻ പറ്റില്ല. അത് വെള്ളം വന്നിട്ട് അത് നശിപ്പിച്ച് കളയുള്ളൂ. ആൾക്കാർ ആടി നോക്കി വരാൻ നോക്കിയാ കണ്ടില്ലേ.